7 വർഷങ്ങൾക്ക് മുമ്പാണ് 15 വയസ്സുള്ള ഒരു ടാലന്റിനെ റയലിന്റെ സ്കൗട്ടിംഗ് ടീം കണ്ടെത്തി. സ്പെയിനിലെ കുഞ്ഞൻ ദ്വീപുകളിലൊന്നിലെ കുഞ്ഞൻ ക്ലബിൽ കളിച്ചിരുന്ന അവനെ യൂറോപ്യൻ മെമ്പർമാർ ടീമിനൊപ്പം ട്രെയിൻ ചെയ്യാൻ ക്ഷണിച്ചു. അവന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന ഒരു മൊമെന്റ്. പ്രതീക്ഷയോടെ മാഡ്രിഡിൽ വന്നിറങ്ങിയ ആ യങ് ടാലന്റിനെ 3 ദിവസത്തെ പരിശീലനത്തിന് ശേഷം റയൽ റിജക്ട് ചെയ്തു. റയൽ കളിക്കാനുള്ള നിലവാരം അവനില്ലെന്നായിരുന്നു ക്ലബിന്റെ മെസ്സേജ്. അന്ന് ഹൃദയഭാരത്തോടെ മടങ്ങിയ ആ പയ്യൻ വർഷങ്ങൾക്കിപ്പുറം ബെർണാബ്യൂവിലെത്തിയത് റയലിന്റെ ചിരവൈരികളുടെ ജേഴ്സി അണിഞ്ഞാണ്. അന്ന് റയലിന്റെ നിലവാരത്തിനൊപ്പം പിടിക്കാൻ പറ്റാതെ പോയ ആ 15-കാരൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നല്ലേ? അവൻ ബാഴ്സയുടെ മിഡ്ഫീൽഡ് ഭരിക്കുന്നു. അവിടെ ഇനിയസ്റ്റയും ചാവിയും ഒക്കെ ബാക്കി വെച്ച് പോയ വിടവ് നികത്തുന്നു. ലോക ഫുട്ബോളിലെ നിലവിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന ടാഗ് കഴുത്തിലണിഞ്ഞിരിക്കുന്നു. പെഡ്രോ ഗോൺസാലസ് ലോപ്പസ് എന്ന പെഡ്രി ഇനിയും ഒരുപാട് കാലം ആ ടാഗ് കഴുത്തിലണിയുക തന്നെ ചെയ്യും. '18 ക്ലബിനായി അവസാന മത്സരവും കളിച്ച് ഇനിയേസ്റ്റ ബൂട്ടഴിക്കുമ്പോൾ ബാഴ്സ ആരാധകരെ വീർപ്പ് മുട്ടിച്ച ചോദ്യം ഇനി ആര് എന്നതായിരുന്നു. ആ ഇതിഹാസത്തിന് പകരക്കാരനെ തേടുന്നത് ബാഴ്സയുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. റാക്കിറ്റിച്ച് മുതൽ ഫ്രങ്കി ഡിയോങ്ങിനെ വരെ പരീക്ഷിച്ചെങ്കിലും അയാൾക്ക് പകരം അയാൾ മാത്രമെന്ന് മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞ കാലം. തുടർച്ചയായ ലീഗ് കിരീടങ്ങൾ നേടിയിട്ടും തിരിച്ചടി നേരിട്ട 2019-20 സീസണിനൊടുവിൽ ഒരു 17-കാരൻ അപ്രതീക്ഷിതമായ ടീമിലേക്ക് എത്തും. സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബായ യൂഡി ലാസ് പാൽമസിൽ നിന്നാണ് ബാഴ്സ അയാളെ റാഞ്ചുന്നത്. സീനിയർ ടീമിൽ കളിക്കാൻ ഇവൻ ഒന്നുകൂടി മൂക്കണം, മറ്റൊരു ഫ്ലോപ്പ് സൈനിങ് എന്നൊക്കെ കമന്റുകൾ വന്നു. ലോണിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് വിട്ട് അവന് പ്ലേ ടൈം നൽകാനായിരുന്നു ക്ലബിന്റെ പ്ലാൻ. ഹെഡ് കോച്ചായി കുമാൻ ചുമതലയേറ്റ കാലത്ത് ടീമിന്റെ ട്രെയിനിങ് സെഷനിൽ അവനെയും ഉൾപ്പെടുത്തിയിരുന്നു. 2 സെഷനുകൾ. അത് മാത്രം മതിയായിരുന്നു അയാൾക്ക് കോച്ചിന് വിശ്വാസത്തിലെടുക്കും. അടുത്ത സീസണിൽ ഫസ്റ്റ് ടീമിലേക്ക് അവന് വിളി വന്നു. 2020 സെപ്റ്റംബറിൽ 16-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അവൻ ക്യാമ്പ് നൗവിൽ ഇറങ്ങി. പിന്നീട് ഒരു തിരിഞ്ഞു നോട്ടമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവൻ ടീമിന്റെ എല്ലാം ആകുന്നു. മിഡ്ഫീൽഡിൽ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ കളിമിനെയും അസംഭവ്യമെന്ന് തോന്നുന്ന ഗോളവസരങ്ങളെ തുറന്നെടുക്കുന്നു. അടുത്ത ഇനിയേസ്റ്റ അല്ല, ബാഴ്സയുടെ ഒരേ ഒരു പെഡ്രിയാണെന്ന് പറഞ്ഞു വെക്കുന്നു. പേരുകേട്ട ഫുട്ബോൾ അക്കാദമികളോ ഇതിഹാസങ്ങളോ ഒന്നുമില്ലായിരുന്ന ഒരു നാട്ടിൽ നിന്ന് ബാഴ്സയിലേക്കും സ്പാനിഷ് ദേശീയ ടീമിലേക്കും അവൻ നടത്തിയ യാത്രയുടെ ആന്തരിക കഥ തന്നെയാണ്. 3-ാം വയസ്സിൽ യൂഡി ടെഗുസ്റ്റയിലായിരുന്നു തുടക്കം. സെന്റർ ബാക്കായി കളി തുടങ്ങിയ പെഡ്രിയെ 13-ാം വയസ്സിൽ യുവന്റഡ് ലഗൂന സൈൻ ചെയ്തു. റയലിന്റെ വിളി വരുന്നത് 15-ാം വയസ്സിലാണ്. വലിയ പ്രതീക്ഷകളോടെ മാഡ്രിഡിൽ ചെന്നിറങ്ങുന്ന അവനെ കാത്തിരുന്നത് മോശം കാലാവസ്ഥയാണ്. കനത്ത മഞ്ഞുവീഴ്ച കാരണം ട്രെയിൻ ചെയ്യാൻ കഴിയാതിരുന്ന പെഡ്രിക്ക് നേരിട്ട് ട്രയൽസിന് ഇറങ്ങേണ്ടി വന്നു. 3 ദിവസത്തെ സെഷനുകൾക്ക് ശേഷം റയലിന്റെ റിജക്ഷൻ മെസ്സേജുമായി അവൻ തിരികെ നാട്ടിലേക്ക് മടങ്ങും. കരിയർ തന്നെ വഴിമുട്ടിയേക്കാവുന്ന ആ റിജക്ഷന്റെ ഹൃദയഭാരത്തിൽ നിന്ന് അവൻ തിരികെ വരുന്നതും മനോഹരമായാണ്. യൂഡി ലാസ് പാൽമസിനായി കളത്തിലിറങ്ങിയ അവന്റെ സ്കില്ലുകൾ ബാഴ്സയുടെ റഡാറിലെത്തുന്നു. ഇനിയസ്റ്റയും ചാവിയും ഇല്ലാത്ത മിഡ്ഫീൽഡിലേക്ക് കുമാൻ അവനെ സ്വതന്ത്രമാക്കി വിടും. ശേഷം ചരിത്രമാണ്. കാലുകൾ കൊണ്ട് മാത്രം കളിക്കാനുള്ളതല്ല കാൽപന്തെന്ന് ഓരോ മത്സരത്തിലും അവൻ പ്രൂവ് ചെയ്തു. പന്ത് കൊണ്ട് കളിക്കളത്തിൽ കവിത എഴുതി. അസാധ്യമായത് സാധ്യമാക്കുന്ന, കാലുകളിൽ പന്തിനെ കാന്തം പോലെ ആകർഷിച്ചു നിർത്തുന്ന, എതിരാളികളെ അനായാസമെന്ന് തോന്നും വിധം ഡ്രിബിൾ ചെയ്ത് മുന്നേറുന്ന പെഡ്രി. സ്കോർ ഷീറ്റിലും അസിസ്റ്റ് ചാർട്ടിലും പേരില്ലെങ്കിൽ പോലും മത്സരത്തിന്റെ താരമാകുന്ന ഇമ്പാക്ട്. എതിർ ടീമിൽ നിന്നും പന്ത് കവരാനും കിട്ടിയ പന്തിനെ നിലനിർത്താനും ഏറെക്കുറെ ഒരിക്കലും കണക്ട് ആകില്ലെന്ന് തോന്നിപ്പിക്കുന്ന ആംഗിളിൽ മുന്നേറ്റ നിരക്കി പന്തെത്തിക്കുന്ന ഫുട്ബോൾ. പിച്ചിലുള്ള ഓരോ മിനിറ്റിലും ഗോളവസരങ്ങളിലേക്ക് തുറക്കുന്ന വിഷൻ, ഒരറ്റത്തു നിന്ന് മറുപകുതിയിലേക്ക് പന്തിനെ ഒഴുക്കിവിടുന്ന ടെമ്പോ, എല്ലാം ഒരാളിൽ ഭദ്രം. ചാവിയുടെ സ്റ്റൈലും ഇനിയസ്റ്റയുടെ സ്കില്ലും ചേർന്നൊരു ഒന്നൊന്നര കോമ്പിനേഷൻ. ബാഴ്സയിൽ സ്വപ്നം തുല്യമായ ആദ്യ സീസണിന് ശേഷം പരിക്കേറ്റ് 100-ലേറെ ദിവസം പുറത്തിരുന്ന പെഡ്രി പഴയ ഫോമിലേക്ക് എത്താൻ സ്ട്രഗിൾ ചെയ്തിരുന്നു. എന്നാൽ ചാവിയും പിന്നീട് ഫ്ലിക്കും വന്നതോടെ പെഡ്രിയുടെ റീബർത്ത് ആയിരുന്നു കണ്ടത്. ഫ്ലിക്കിന്റെ ടോട്ടൽ ഫുട്ബോളിൽ അയാൾ മെയിനായി. തോറ്റു നിൽക്കുന്ന മത്സരങ്ങളെയും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന മെന്റാലിറ്റി ടീമിന് ആകെ നൽകുന്ന നേതാവായി. വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് കളിതിരിപ്പിക്കുന്ന ക്ലച്ച് പ്ലെയറായി. പല റോളുകൾ ഒരൊറ്റയാണ്. കൈവിട്ടു പോകുമായിരുന്ന എത്ര മത്സരങ്ങളാണ് അയാൾ നമ്മുടെ കൈവെള്ളയിലാക്കിയത്. ബാഴ്സയിൽ മാത്രമല്ല, സ്പെയിനിന്റെ യൂറോ നേട്ടത്തിലും ഒളിമ്പിക് ഫൈനലിലേക്കുള്ള യാത്രയിലും പെഡ്രിയുടെ ഇമ്പാക്ട് കാണും. ബാഴ്സയുടെ ഈ സീസണിലെ വിജയങ്ങളിലെല്ലാം 8-ാം നമ്പറുകാരന്റെ കയ്യൊപ്പുണ്ട്. ബാലൻ ഡോർ ഡിബേറ്റിൽ റഫീനയും ലമീനും ലൗത്താരോയും സലോയും ഒക്കെ വരുമ്പോഴും അധികം പറഞ്ഞു കേൾക്കാത്ത പേരായി പെഡ്രി മാറും. ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും എണ്ണം കൊണ്ട് തൂക്കിയാണ് ആ പുരസ്കാരങ്ങൾ നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് പെഡ്രിയെ നിഷ്കരുണം മറന്നുകളയാം. എന്നാൽ മത്സരങ്ങളിലെ ഇമ്പാക്റ്റാണ് തൂക്കുന്നതെങ്കിൽ നിലവിൽ ലോക ഫുട്ബോളിൽ അയാൾക്ക് മുകളിൽ ഒരു പേര് ആ ഡിബേറ്റിൽ ഉണ്ടാകില്ല. സ്റ്റാറ്റുകൾ വെച്ച് അയാൾ അളക്കുന്നത് നീതികേടാണ്. ഇനിയസ്റ്റയെ പോലെ ചാവിയെ പോലെ ബാഴ്സയിൽ പെഡ്രി സംഭവിക്കുകയാണ്. കാണാം, ആസ്വദിക്കാം ആ യുഗം.